അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഡിസ്ചാർജിങ് കഴിഞ്ഞു. കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത് 3600 mAh ആണ്. നമ്മൾക്ക് 1.1 വോൾട്ട് ഡൗൺ ആയപ്പോൾ, അതായത് 1.5 നിന്ന് 1.1 വോൾട്ട് വരെ ഡൗൺ ആയപ്പോൾ 3100 ചില്ലാൻ ആംബിയർ കിട്ടുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കമ്പനി ഇങ്ങനെ അവകാശപ്പെട്ടെങ്കിലും സാധാരണ അങ്ങനെ കൃത്യം കിട്ടാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് വളരെ ചെറിയൊരു ഐറ്റമാണല്ലോ. നമ്മൾ അങ്ങനെ വലിയ ആംബിയർ പ്രതീക്ഷിച്ചല്ല, ഞാൻ ഇത്രയും കിട്ടുന്ന പോലും പ്രതീക്ഷിച്ചല്ല. എങ്കിലും വളരെ നല്ല ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിംപെക്സ് എന്ന് പറയുന്ന ഒരു ബാറ്ററി കിട്ടിയത്. 1.5 വോൾട്ട് ബാറ്ററി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലതാണ്. നമുക്ക് ചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഞാൻ 2 പാക്കേജ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ കോഡ്ലെസ് മൈക്രോഫോൺ അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഇത് ചാർജ് ചെയ്യാൻ കുത്തുന്നത് ഈ പോർട്ടിൽ ഇവിടെ കണ്ടോ. ഇതിവിടെ ഒരു പോർട്ടുണ്ട്. ഇവിടെ നമുക്ക് കുത്തി പിന്നെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇതിൻ്റെ വില അല്പം കൂടുതലാണ്. ഒരു ബാറ്ററിക്ക് ഏകദേശം 300 രൂപയോളം ചിലവുണ്ട്. 1200 ഒരു പാക്കേജ് ചിലവുണ്ട്. ലൂസായിട്ട് മേടിക്കുമ്പോൾ അല്പം കൂടാനാണ് സാധ്യത. പല കമ്പനികളിലും പല വിലയാണ്, സെർച്ച് ചെയ്ത് നോക്കുക. എന്തായാലും ബാറ്ററി ക്വാളിറ്റി ഉണ്ട്, നല്ലതാണ്. 3000 മുകളിൽ മില്ലി ആംപിയർ നമ്മൾക്ക് കിട്ടി. ലിഥിയം അയണാണ്, നല്ല പക്ക വോൾട്ടേജാണ്. ഔട്ട്പുട്ട് വോൾട്ടൊക്കെ സ്റ്റെബിലിറ്റി നന്നായിട്ടുണ്ട്. കാരണം 1.39 തന്നെ ഒത്തിരി സമയം കണ്ടിന്യൂ ചെയ്ത് പോയതിന് ശേഷം ഒരു നിശ്ചിത അളവിലെത്തിയതിന് ശേഷം ഫാസ്റ്റായിട്ട് ഈ 1.1 ഡൗൺ ആവുക ചെയ്തത്. ലിഥിയം അയൺ ബാറ്ററികളെല്ലാം അങ്ങനെ തന്നെയാണ്. മറ്റേ ലെഡ് ആസിഡ് ബാറ്ററി പോലെയോ അല്ലെങ്കിൽ ഈ ഡ്രൈസെൽ ബാറ്ററി പോലെയോ നമ്മൾ ഗ്രാജുവൽ ഡൗൺ അല്ല ഈ ലിഥിയം അയണിൽ സംഭവിക്കുക. എന്തായാലും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും വാങ്ങിക്കാവുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. ഓക്കെ.